നമസ്കാരം. പുറത്തുവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം കടയ്ക്കലിൽ വിവിധ കടകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ 2 പ്രതികൾ പിടിയിലായി. ഇരവിപുരം സ്വദേശികളാണ് ബാലരാമപുരം പോലീസിന്റെ പിടിയിലായത്. ബാലരാമപുരത്ത് കടകൾ കുത്തിത്തുറന്ന് നടത്തിയ മോഷണത്തിൽ സിസിടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഇരവിപുരം വാളത്തുങ്കൽ സ്വദേശികളായ അനന്തുരവി, സജിൽ എന്നിവരാണ് അറസ്റ്റിലായത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കടയ്ക്കലിൽ നടത്തിയ മോഷണങ്ങൾ പ്രതികളാണ് ചെയ്തതെന്ന് ബാലരാമപുരം പോലീസിനോട് പറയുന്നത്. റിമാൻഡിലായിരുന്ന പ്രതികളെയാണ് ഇന്ന് കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ മാർച്ചിൽ ബേക്കറി കുത്തിത്തുറന്ന് മോഷണം നടത്തുകയും കഴിഞ്ഞ മാസം 3-ാം തീയതി കടയ്ക്കലിലെ 5 കടകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുകയും ചെയ്തു. ഒരു തുണിക്കടയിലും ഹോട്ടലിലും കോഴിക്കടയിലും പച്ചക്കറി കടയിലുമാണ് മോഷണം നടത്തിയത്. പിൻവശത്ത് ഭിത്തി കുത്തിത്തുറന്നാണ് മോഷണം നടന്നിരിക്കുന്നത്. AC-യുടെ ഹോളും കോഴിക്കടയുടെ പിൻവശത്ത് ഷീറ്റും മറ്റും കുത്തിത്തകർത്താണ് മോഷണം നടത്തിയത്. കടയ്ക്കൽ ടൗണിലെ തുണിക്കടയിൽ നിന്നും 50,000 രൂപയും മാർക്കറ്റിന് സമീപത്തെ ഹോട്ടലിൽ നിന്നും 10,000 രൂപയും കോഴിക്കടകളിൽ നിന്നും പച്ചക്കറി കടകളിൽ നിന്നും മേശവലിപ്പിലുണ്ടായിരുന്ന പണവുമാണ് കവർച്ച നടത്തിയത്. പോലീസ് സ്റ്റേഷന് 500 മീറ്റർ ചുറ്റളവിലാണ് ഈ മോഷണമെല്ലാം നടന്നത്. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കെയാണ് പ്രതികൾ ബാലരാമപുരം പോലീസിന്റെ പിടിയിലാകുന്നത്. കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. പുറത്തുവിഷൻ ന്യൂസ്, ചടയമംഗലം. ഇവിടെ നീണ്ടായിരുന്നോടാ എല്ലാത്തിനും ഒറ്റയ്ക്കല്ല. മലയാളിയാണ് ഹിന്ദിക്കാരൻ ഇല്ല സാറേ. ഞാൻ കോഴിക്കടയിൽ കയറി തുടങ്ങിയിട്ട് അതുകൊണ്ട് പോയി അവന്റെ ജെട്ടി വരെ പ്രശ്നം